ഹലോ ഗൈസ്, നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാൻ പോകാം. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടാകട്ടെ. ആയിട്ടാണ് നമുക്ക് മുളകും ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് ആഡ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ തന്നെ നമുക്കൊന്ന് കൊല്ലമുളക് വഴറ്റിയെടുക്കാം. നമ്മളപ്പം മുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴണ്ട വരട്ടെ. നമുക്ക് അതിന് തന്നെ കഴിയുമ്പോഴേക്കും നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. വഴണ്ട് കഴിയുമ്പോഴേക്കും ഒന്ന് വറുത്ത് നമുക്ക് ഇതിനകത്ത് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കപ്പോൾ ഉള്ളിയും കൂടി ആഡ് ചെയ്തിട്ട് ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് പുറമൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് ചുട്ട് തന്നെ കഴിയും. അതിൻ്റെ പുറമൊന്ന് ചൂട് കഴിയാൻ മതി. അങ്ങനെ അതാ നമ്മൾ ഉള്ളിയും കൂടി വഴറ്റിയെടുത്തിട്ടുണ്ട്. ബ്രൗൺ കളറായാൽ മതി പുറത്ത്. ഇനി അതിനകത്തോട്ട് ആ പുളി ജസ്റ്റ് ഒന്ന് ചൂട് കൊടുക്കുക. പുളിക്കൊരു ചെറിയ ചൂട് വേണേ. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ലോ ഫ്ലെയിമിലിട്ട് ചെയ്യാൻ മറക്കണ്ട. അതായത് നമ്മളിപ്പോൾ ഇതെല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് അപ്പം നമുക്ക് ഇതിനകത്തോട്ട് മുളകൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടാറുമ്പോൾ ആഡ് ചെയ്യാം. നമുക്കപ്പോൾ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നമ്മളിത് അങ്ങനെ മുളക് വരച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 15 ഉള്ളിയാണ് ഇതിനകത്ത് എടുത്തിട്ടുള്ളത്. ഒരു 10 കൊല്ലമുളക് കൊടുത്താൽ മതി. ഞാൻ ആ കണക്കിനാണ് എടുത്തത്. നമ്മൾ ഉള്ളിയും ഇത് ഒരുമിച്ച് അരച്ചെടുത്തോളാം. പുളി ആഡ് ചെയ്ത് ഉപ്പും മുളക് പൊടി ആഡ് ചെയ്ത് അരച്ചെടുക്കാം. അത് ഞാൻ പുളി എടുത്തിട്ടുള്ളത്. ഇതിക്ക് റവവിനെടുത്താൽ മതി കേട്ടോ. പുളി നമുക്ക് അതിനകത്തോട്ട് ഉപ്പക്ഷാനുസരണം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അനുസരണം മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് ചാനൽ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് അരച്ചതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാൻ പാത്രത്തിന്. നമ്മളപ്പോൾ അരച്ചെടുത്തത് നമ്മൾ ആദ്യം ഉള്ളിയും അതുപോലെ മുളകൊക്കെ ചുട്ട എണ്ണ ഒഴിച്ച് മിക്സ് ചെയ്യാം. എന്നിട്ട് കൈ കൊണ്ട് തിരുമ്മിയെടുക്കാം. ഇത് ഞെവടി എടുത്തിട്ട് ചോറുമായിട്ട് തിരുമ്മി കഴിക്കാം. ഇതാണ് ചുട്ടരച്ച ചമ്മന്തിയുടെ റെസിപ്പി. നല്ല ടേസ്റ്റാണ്. ബൈ.